എല്ലാവർക്കും നമസ്കാരം. സാരംഗി ഓൺലൈൻ കളക്ഷൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഇച്ചിരി ലാഗായി വീഡിയോയ്ക്ക്. നമുക്ക് ഇന്നോട്ട് വീണ്ടും പഴയതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്ന വീഡിയോ ആണ്. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, കാരണം ഇനി ആർക്കെങ്കിലും എനിക്ക് നേരത്തെ ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. ഇന്നാണ് സാരി കുറച്ച് മുമ്പാണ് വന്നത്, അപ്പോൾ തന്നെ ഇടാമെന്ന് വെച്ചു. കാരണം എല്ലാവരും നോക്കിയിരിക്കുന്നതാണ് ബംഗാൾ കോട്ടൺ സാരി, 499 രൂപയുടെ ബംഗാൾ കോട്ടൺ സാരി. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, സാരി ഇന്ന് വരും, ഇന്ന് ബംഗാൾ കോട്ടൺ സാരിയുടെ വീഡിയോ ഉണ്ടെന്നുകൊണ്ട് നേരത്തെ അറിയിക്കാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു. എങ്കിലും നമുക്ക് ഇനിയും വരുമല്ലോ, വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഇതാണ് ഒന്നാമത്തെ സാരി, നമ്മുടെ 499 ബംഗാൾ കോട്ടൺ സാരി. പാർട്ട് 14 ആണ് കേട്ടോ, 13 വരെ നമ്മൾ കാണിച്ചതാണ്. അപ്പം ഇതാണ് സാരി. ഒന്നാമത്തെ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയിൽ ഒരു മെറൂൺ കളർ ബോർഡറാണ് വരുന്നത്. ഈ സാരിയുടെ വില 499 രൂപയേ ഉള്ളൂ. ബംഗാൾ കോട്ടൺ സാരിയാണ്. ഞാൻ അറിയാൻ പുതുതായിട്ട് വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. 13 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് മുഴുവൻ ത്രെഡിൻ്റെ ആണ് വീവിങ് വരുന്നത്. ടെമ്പിൾ ബോർഡർ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ത്രെഡാണ് വീവിങ് വരുന്നത്, പ്രിന്റ് അല്ല. ഇതിൻ്റെ പല്ലുദേ ഇങ്ങനെ വരും. ഇത് സാരി നമ്പർ 1 ആണ്. നമ്പർ പറയാൻ പ്രത്യേകം ഓർക്കുക. സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചില്ലേലും കുഴപ്പമില്ല, നമ്പർ പറയണം. കാരണം ഞാൻ സാരി എടുത്ത് വെച്ചിട്ടല്ല ഓർഡർ എടുക്കുക. ഈ സാരി ഇട്ട് അരമണിക്കൂറിനുള്ളിൽ ഇത് മിക്കവാറും തന്നെ തീരും. ഉണ്ടാവും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ചിലതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നോട് ചോദിച്ചാൽ മതി. ചില ആൾക്കാർ ചോദിക്കില്ല, കാരണം ഇത് തീർന്നു പോയി കാണുമെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട, ചോദിച്ചു നോക്കൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്പർ പറയുക. ഞാൻ അവിടെ ഇരുന്ന് എഴുതി, ഞങ്ങൾ കുറെ 2-3 പേര് ഒരുമിച്ചിരുന്ന് എഴുതിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എന്നോട് നമ്പർ പറയാൻ മറക്കരുത്. ഇത് സാരി നമ്പർ 1, 499 പ്ലസ് 50 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. അടുത്തത് സാരി നമ്പർ 2, ഒരു എന്താ പറയുക, ബ്ലൂവും ഒക്കെ കൂടെ ചേർന്ന് വരും, ഗ്രീനും ഒക്കെ ചേർന്ന് വരുന്നൊരു കളർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ കളറ്. അതിനകത്തൊരു പോച്ചമ്പള്ളി ഡിസൈൻ്റെ ബോർഡറും ഒരു ചെക്കിൻ്റെ ഒക്കെ കൂടെ വരുന്നൊരു ഇങ്ങനെയാണ് വരുന്നത്. ഈ കാണുന്ന പോലെ തന്നെ കേട്ടോ. ഇതിനകത്ത് ത്രെഡിന്റെ വീവിങ് ആണ് ഈ കാണിക്കുന്ന മുഴുവൻ. ഇടയ്ക്കിടയ്ക്ക് ബുട്ട ഡിസൈൻ വരുന്ന ത്രെഡിന്റെ വീവിങ് ആണ്. ഇത് സാരി നമ്പർ 2 ആണ്. കുറച്ച് കൂടുതൽ സാരി ഉള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാത്തവർ ചോദിക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഓൾമോസ്റ്റ് നമ്മളിത് ഈ ബംഗാൾ കോട്ടൺ സാരികൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. നിവർത്ത് നോക്കി ചെക്ക് ചെയ്താണ് ഈ സാരി മുഴുവൻ വിടുന്നത്. എന്നിട്ട് കണ്ടില്ലെങ്കിൽ സോറി കേട്ടോ. കാരണം തിരിച്ചയക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരു സാരി എടുത്തിട്ട് അത് ഞാൻ പറയുന്നുണ്ട് ഞാൻ തിരിച്ച് റിട്ടേൺ എടുത്തോളാമെന്ന്, പക്ഷെ എങ്കിലും ചിലപ്പോൾ നമുക്കത് എല്ലാവരും സംബന്ധിച്ചും പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം ചെക്ക് ചെയ്തിട്ടുണ്ട്, ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, പറഞ്ഞാൽ മതി കേട്ടോ. ഇതാണ് അടുത്തത്, വൈറ്റ് കളർ, ഒരു മിൽക്കി വൈറ്റ് കളറാണ് കേട്ടോ ഇത് വരുന്നത്. നിറയെ സാരി നമ്പർ 3 ആണ്. ഇങ്ങനെ വരും, ബുട്ട ഡിസൈൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ആഷ് കളർ പോലത്തെ ഒരു ബോർഡറും ഒരു ടെമ്പിൾ ഡിസൈനുമാണ് ഇങ്ങനെ വരുന്നത്. ഇതിനൊന്നും പല്ലു പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക പല്ലു ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പല്ലു ഒന്നും അങ്ങനെ അധികം പറയാത്തത്. സിമ്പിൾ പല്ലു ആണ് കണ്ടോ. സാരി നമ്പർ 3 ഒരു സിമ്പിൾ സാരികളാണ് ഇതെല്ലാം. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ എടുത്തോളൂ. പ്യുവർ കോട്ടൺ ആണ്, ബംഗാൾ കോട്ടൺ പ്യുവർ 100% കോട്ടൺ സാരി തന്നെയാണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 4. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്, ഇടയ്ക്കൊരു സ്ട്രൈപ്സ്. സാരി നമ്പർ 4 ആണ്. പിന്നെ മുകളിൽ ഇങ്ങനത്തെ ബോർഡർ തന്നെ സെയിം കാണിക്കാം. ഇത് ഇങ്ങനെ വരും കണ്ടോ. ഇത് സാരി നമ്പർ 4 ആണ്. ഇങ്ങനെ വരും. ഇതിൻ്റെ പല്ലു പ്രത്യേകിച്ചൊരു പല്ലു ഒന്നും ഇല്ല കേട്ടോ ഇതിന് കണ്ടോ. ഇതിന് പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒരു പല്ലു ഒന്നും ഇല്ല കേട്ടോ. സാധാ ഒരു സാരി തന്നെയാണ് കണ്ടോ. അതെ ഇങ്ങനെ വരും, ഈ ലൈൻ പാറ്റേൺ. ഇതാണ് പല്ലു. സാരി നമ്പർ 4 ആണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് വരുന്നത് 499 പ്ലസ് 60 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. 559 രൂപ വരും കേട്ടോ. ഒരു സാരി എടുക്കുമ്പോൾ 2 എണ്ണമൊക്കെ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടൊക്കെ തന്നെ വരുള്ളൂ. അടുത്തത് സാരി നമ്പർ 5. നല്ലൊരു എന്താ പറയുക, റെഡിഷ് മെറൂൺ കളറാണ് കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. ഒരു റെഡിഷ് മെറൂൺ, എന്തായാലും വ്യത്യാസം ഉള്ളപ്പോൾ
ഞാൻ പറയാറുണ്ട് സാരിയിൽ. സാരി നമ്പർ 5 ആണ്. ഇങ്ങനെ വരും. ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ല, നല്ല ബുട്ട ഡിസൈനാണ്. ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ കളർ. ഒരു മജന്ത അങ്ങനെയൊക്കെ ചേർന്ന് വരുന്നൊരു കളർ ഉണ്ടല്ലോ. പ്യുവർ റെഡും അല്ല, പ്യുവർ മെറൂണും അല്ല, പ്യുവർ മജന്തയല്ല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കളർ. നല്ലൊരു കളറാണ് കേട്ടോ ഇത്. ഇന്നത്തെ വീഡിയോയിൽ അത്രയും ഭംഗിയായിട്ട് വരില്ല. ഇത് സാരി നമ്പർ 5 ആണ്. ഇങ്ങനെ വരും. 499 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നല്ല സാരി കേട്ടോ, പ്യുവർ കോട്ടൺ സാരി. അടുത്തത് സാരി നമ്പർ 6, ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതിനകത്ത് ഒരു പോച്ചമ്പള്ളി ഡിസൈൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട്. ഇങ്ങനെ വരും കണ്ടോ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെക്ക് പാറ്റേൺ ഇതുപോലെ തന്നെ മുകളിലും വരുന്നുണ്ട്. ഇടയ്ക്ക് ഇത് ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ കണ്ടോ, ഇങ്ങനെ വരും. ഇതിന്റെ പല്ലു വരുന്നത് ഇത് ഇങ്ങനെ വരും. ഇത് സാരി നമ്പർ 6 ആണ്. ഇങ്ങനെ വരും. ഇതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത് 499 തന്നെ കേട്ടോ. അടുത്തത് നല്ലൊരു ബ്ലാക്ക് കളറാണ്. ബ്ലാക്കും ഫുൾ ബ്ലാക്ക് അല്ല കേട്ടോ. ഇങ്ങനെ വരും കണ്ടോ. സാരി നമ്പർ 7 ഫുൾ ബ്ലാക്ക് അല്ല, നടുവിലത്തെ കുറച്ച് ഭാഗം ഈ ഒരു കളർ വരുന്നുണ്ട്. ഒരു മെറൂൺ കളർ പോലത്തെ ഒരു കളറ്. മുകളിലത്തെ ഭാഗം ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വരും കണ്ടോ. ഇങ്ങനെ ഒരു സൈഡിൽ ചെറിയ ബോർഡർ പോലെ വരുന്നുണ്ട്. പല്ലുതേ ഇങ്ങനെ വരും. നടുക്കത്തെ ഭാഗത്ത് ഇങ്ങനെ വരും. ഇത് സാരി നമ്പർ 7 499 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ. എല്ലാം നല്ല സാരികളാണ്, പ്യുവർ കോട്ടൺ സാരിയാണ്. പിന്നെ ഇതിന്റെ ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഇത് വരുന്നത് പ്രൈസ് ഇത്രേ വരുന്നുള്ളൂ. ഭയങ്കര എക്സ്ട്രീം ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. പ്യുവർ കോട്ടൺ സാരിയാണ്. ത്രെഡിന്റെ വീവിങ് വരുന്ന സാരിയാണ്. ബംഗാൾ കോട്ടൺ സാരിയാണ്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയിൽ തന്നെ സാരി നമ്പർ 8 ആണ്. ഇങ്ങനെ ഒരു ബോർഡർ വരും. കസവ ഒന്നുമില്ല കേട്ടോ അതിനകത്ത്. സിമ്പിൾ സാരിയാണ്. ഇടയ്ക്കിടയ്ക്ക് ബുട്ട ഡിസൈൻ. മൾട്ടി കളർ ഒന്നുമില്ല ഡിസൈനിൽ. മെറൂൺ മാത്രമാണ് ഡിസൈൻ വരുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ, ചോദിച്ചിട്ടേ വാങ്ങാവൂ കേട്ടോ. ഇങ്ങനെ വരും. സാരി നമ്പർ 8 499 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അടുത്തത് സാരി നമ്പർ 9 നല്ലൊരു ക്രീം കളർ കേട്ടോ. ഇത് വൈറ്റ് അല്ല, ക്രീമാണ്. ഞാൻ എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഞങ്ങൾ വൈറ്റ് ആണെന്ന് പറഞ്ഞു. അതൊക്കെ കാര്യം പകുതി കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്കിപ്പ് ചെയ്ത് കാണുന്നതിലൊന്നും എനിക്കൊരു വിരോധമില്ല. പക്ഷെ ഒരു സാരി എടുക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്കിലും കേൾക്കണം കേട്ടോ. ബംഗാൾ കോട്ടൺ സാരി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ അത് ഓൾമോസ്റ്റ് 90% തീരാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് വരാറുമില്ല. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന വളരെ ചുരുക്ക സാരികളെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് കിട്ടുന്നില്ലാത്തവർക്ക് വീണ്ടും അടുത്ത പ്രാവശ്യം വീണ്ടും വീഡിയോ ഇടുമ്പോൾ എപ്പോഴെങ്കിലും കിട്ടും. ഞാൻ മനഃപൂർവ്വം തരാത്തതല്ല കേട്ടോ. ഇതാണ് സാരി നമ്പർ 9. ക്രീം കളറിൽ ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ വരുന്നുണ്ട്. പല്ലുതേ ഇങ്ങനെ വരും. 499 തന്നെയാണ് പ്രൈസ്. 60 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. 2 എണ്ണം എടുക്കുവാണെങ്കിൽ 70 രൂപ ഷിപ്പിംഗ് ചാർജ്. 3 എണ്ണം ഒക്കെ എടുക്കുക 10 രൂപയുടെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുള്ളൂ. വെയിറ്റ് അനുസരിച്ചാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കോട്ടൺ സാരി ആകുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. സാരി നമ്പർ 10 നല്ലൊരു ലൈറ്റ് പീച്ച് കളർ പോലത്തെ ഒരു കളറില്ലേ, ആ കളറാണ് ഇത് വരുന്നത്. ഇങ്ങനെ വരും. ഇതിനൊന്നും മുന്താണിയൊന്നും ഭയങ്കര വലിയ മുന്താണിയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ വരും. നല്ലൊരു ലൈറ്റ് കളറാണ് കേട്ടോ. ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർ എടുത്തോളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയരുത്. സാരി ഇട്ട് കഴിയുമ്പോൾ ഞാൻ സാരി എടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻക്വയറി വരുന്നുണ്ട്. അടുത്തത് സാരി നമ്പർ 11 നല്ലൊരു കദളിപ്പൂവിൻ്റെ നിറം. അത് പറഞ്ഞാലായിരിക്കും എളുപ്പം. കണ്ടോ, നല്ല സൂപ്പർ സാരിയാണ്. മിക്കവാറും ഇതെല്ലാവരും ചോദിക്കും. ഒരെണ്ണമൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു കളറും ഒരു ഡിസൈനും ഒരു സാരി ഉണ്ടാവുള്ളൂ, ഒത്തിരി ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക്. ഇതാണ് ഇതിൻ്റെ പല്ലു. ലൈറ്റ് വെയിറ്റ് സാരികളാണ് കേട്ടോ. കോട്ടൺ ആണെങ്കിലും അധികം വെയിറ്റ് ഇല്ലാത്ത സാരികളാണ് കേട്ടോ ഇതെല്ലാം. ബംഗാൾ കോട്ടൺ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗുണങ്ങളെക്കാളും കൂടുതൽ എൻ്റെ ഡിഫക്ട്സ് ആണ് പറയുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഓർക്കും ഇതിന് ഒട്ടും കനവില്ലല്ലോ എന്നൊക്കെ പറയും കിട്ടിക്കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നമുക്കറിയാം കോട്ടൺ സാരിയാണ്, ത്രെഡിന്റെ വീവിങ് വരുന്ന സാരിയാണ് 499 രൂപയ്ക്ക്
നല്ല സാരി തന്നെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ പറയുമ്പോൾ കൈ കിട്ടുമ്പോൾ അതിന്റെ ഇതറിയുന്നതല്ലേ നല്ലത്. ഇതാണ് സാരി നമ്പർ 12. നല്ലൊരു എന്താ പിങ്കും ഇങ്ങനെ വരുന്നൊരു സാരി കണ്ടോ, ഇങ്ങനെ വരും. സാരി നമ്പർ 12 ആണ്. ശരിക്കും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് 515 ആണ് കേട്ടോ. ഞാൻ ഈ വിലയ്ക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഇപ്പൊ കിട്ടുമ്പോൾ അതിലും കൂടിയ വിലയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. പഴയ വിലക്കാലം ഒക്കെ കുറച്ചുകൂടെ കൂട്ടി. സാരിക്കൊക്കെ നല്ല ഡിമാൻഡ് ആയല്ലോ. പക്ഷെ ഞാനിപ്പോഴും എനിക്കങ്ങനെ ഞാൻ പിന്നെ കൂട്ടിയല്ല ഇടുന്ന വിലയൊന്നും. സാരി നമ്പർ 13 നല്ലൊരു യെല്ലോ കളർ സാരി ഉണ്ടോ, നല്ലൊരു യെല്ലോയില് നല്ലൊരു മെറൂൺ കളർ ബോർഡർ പോലെ വരുന്നു. സൂപ്പർ സാരികൾ കേട്ടോ എല്ലാം. ചില സാരികളൊക്കെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. എൻ്റെ ഇഷ്ടം കേട്ടോ പറയുന്നത്. എന്ന് വെച്ചാൽ അയ്യോ ഞാൻ സൂപ്പറാന്ന് പറഞ്ഞ് എടുത്തിട്ട് അങ്ങനെയൊന്നും വിചാരിക്കില്ല. സാരി നമ്പർ 14 നല്ലൊരു കളർ കേട്ടോ. ഇങ്ങനെ വരും. എന്താ പറയുക, ഒരു ബ്രിക്ക് റെഡ് കളറിൻ്റെ ഒക്കെ ഒരു എന്താ അങ്ങനത്തെ പോലത്തെ ഒരു കളർ കണ്ടോ, ഇങ്ങനെ വരും. ഇതൊന്നും മൾട്ടി കളർ അല്ല, ബുട്ട ഡിസൈൻ വരുന്നത്. സെയിം ഒരു ബ്ലാക്കിൻ്റെ തന്നെ കേട്ടോ. സാരി നമ്പർ 14. അടുത്തത് സാരി നമ്പർ 15. ഇങ്ങനെ വരും. നല്ലൊരു ഞാൻ മുമ്പേ കാണിച്ച അതേ കളർ തന്നെയാണ്, ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ കളർ ഇഷ്ടപ്പെട്ട് എടുക്കുന്നവർക്ക് ഇതും എടുക്കാം. നിവർന്നു പോയോ കോട്ടൺ സാരി കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടോ. ഇങ്ങനെ വരും. സാരി നമ്പർ 15 ഒരു മെറൂൺ ചേർന്ന്, റെഡും മെറൂണും കൂടെ ചേർന്ന് വരുന്നൊരു കളറാണ്. അതിൻ്റെ ബോർഡർ ദേ ഇങ്ങനെ വരും കണ്ടോ. പല്ലു ദേ ഇത് വരും കണ്ടോ, ഇതാണ് പല്ലു. സാരി നമ്പർ 15. അടുത്തത് സാരി നമ്പർ 16 നല്ല ബ്ലാക്ക് കളർ സാരി. ഇന്ന് മിക്കവാറും ഇവിടെ ബഹളാവും, കാരണം ബ്ലാക്ക് കളർ എല്ലാവരും ചോദിക്കുന്ന ഒരു സാരിയാണ്. പക്ഷെ ഒരേ ഒരു പീസേ ഉള്ളൂ. കാരണം ഫുൾ ബ്ലാക്ക്, മറ്റേ ഇടയ്ക്കൊരു ഇത് വരുന്നെങ്കിൽ ഉണ്ടെങ്കിലും ഫുൾ ബ്ലാക്ക് വരുന്നൊരു സാരി ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി അന്വേഷിക്കുന്നുണ്ട്. എന്നോട് ഒത്തിരി പേര് ചോദിക്കുകയും ചെയ്താൽ വരുമ്പോൾ പറയാം. പക്ഷെ വരുമ്പോൾ പറയാനായിട്ട് ഞാനങ്ങ് എനിക്കറിയില്ല, നമ്പറൊന്നും അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ ഒത്തിരി നമ്പറുകളുണ്ടാവും നോട്ട് ചെയ്ത് വെക്കാൻ. ഇത് നല്ല ബ്ലാക്ക് കളർ സാരിയാണ്. അറ്റത്ത് ഇങ്ങനെ ഒരു ചെറിയ ബോർഡർ പോലെ വരുന്നുണ്ട്. ഇങ്ങനെ സാരി നമ്പർ 16 ആണ്. നല്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ഗോൾഡൻ സെറി, പിന്നെ വൈറ്റ്, റെഡ് 3 കളറിന്റെ ബുട്ടയാണ് വരുന്നത്. പല്ലുമൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ദേ കണ്ടോ, സാരി നമ്പർ 16 നല്ല സൂപ്പർ സാരിയാണ്. ബ്ലാക്ക് ആണ്. 499 ഉള്ളൂ പ്രൈസ്. നല്ല സാരി. ഇതിന്റെ മെറ്റീരിയലിന് ഒരു പ്രത്യേകത പോലെ തോന്നുന്നു. എന്തോ ഒരു നെറ്റ് കോട്ടയുടെ ഒക്കെ പോലെ ഒരു അത്രയും ലൈറ്റ് അല്ല കേട്ടോ, പക്ഷെ ഒരു നല്ലൊരു മെറ്റീരിയൽ. സാരി നമ്പർ 17 നല്ലൊരു ക്രീം കളറാണ് കേട്ടോ. ഓഫ് വൈറ്റ് അല്ല, ക്രീമാണ്, ലൈറ്റ് ക്രീം കളറാണ്. അതില് ഇങ്ങനെ വരും ഒരു എന്താ പറയുക, ഗോൾഡൻ കളർ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഫ്ലവറൊക്കെ നല്ല സൂപ്പർ ഫ്ലവറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ഇതൊക്കെ ത്രെഡാണ് കേട്ടോ. ബ്ലാക്കും ഗോൾഡൻ കളറും കൂടെ വരുന്ന ത്രെഡാണ്. സാരി നമ്പർ 17 ഇങ്ങനെ വരും. സാരി നമ്പർ 18 നല്ലൊരു പിസ്ത ഗ്രീൻ, ലൈറ്റ് പിസ്ത ഗ്രീൻ കളറാണ്. അതിലൊരു ഗ്രീൻ കളറാണ് ബുട്ട ഡിസൈൻ വരുന്നത്. ഇങ്ങനെ ഒരു ബോർഡർ ദേ ഇങ്ങനെ ടെമ്പിൾ ബോർഡറാണ് വരുന്നത്. നല്ല സാരിയാണ് കേട്ടോ. സാരി നമ്പർ 18 ഇങ്ങനെ വരും. പല്ലു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം നമുക്കിത് എടുത്തു വരുമ്പോൾ കുറച്ച് എല്ലാ കാര്യങ്ങളും പറയാതെ നമുക്ക് പോയാലും ബുദ്ധിമുട്ടാണ്. അടുത്ത നല്ല സൂപ്പർ സാരി കേട്ടോ. സാരി നമ്പർ 19 ഒരു ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നു. യെല്ലോയും ബ്ലാക്ക് കൂടെ ചേർന്നൊരു ബോർഡർ. നല്ല സൂപ്പർ സാരി. ഇടയ്ക്കിടയ്ക്ക് ബുട്ട ഡിസൈൻ ഉണ്ട്. പല്ലുദേ ഇങ്ങനെ വരും. സാരി നമ്പർ 19. അടുത്തത് സാരി നമ്പർ 20 ഒരു എന്താ പറയുക, നല്ലൊരു കളറാണ്. കളർ പറയുമ്പം ഇങ്ങനെ വരും. സാരി നമ്പർ 20 പല്ലു ഇതേ ഇങ്ങനെ വരും.
പല്ല് ഞാൻ തിരിച്ചാ മടക്കിയതാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതാണ് പല്ല്. സാരി നമ്പർ 20 ആണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഇതിനൊക്കെ സാധാ ഒരു പല്ലുള്ളൂ. നമുക്കറിയാലോ ബംഗാൾ കോട്ടൺ സാരി ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിന്റെ പ്രത്യേകത എന്താന്ന്. സാരി നമ്പർ 21 നല്ലൊരു സാരി കേട്ടോ. ഇതുപോലത്തെ സാരി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേ പൊസിഷനിൽ വരും. നമുക്ക് ഇത് വെള്ളത്തിൽ മുക്കുമ്പോൾ തോന്നും അയ്യോ ഇത്രയ്ക്ക് കൊള്ളാത്ത സാരിയാണ്. പക്ഷെ നിങ്ങൾ തിരിച്ച് സ്റ്റാർച്ച് ചെയ്ത് അറിയാവുന്നവർക്ക് അറിയാട്ടോ, അറിയാൻ മാത്രർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. പ്യുവർ കോട്ടൺ ലൈറ്റ് വെയിറ്റ് സാരിയാണ്. വെള്ളത്തിൽ മുക്കുമ്പോൾ നമുക്കൊന്നുമില്ലാത്ത രീതിയിലായി പോവും. സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്യുമ്പോൾ എത്ര വർഷം വേണമെങ്കിലും ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാരിയാണ്. ഇത് മജന്തയാണ്. മജന്ത പോലത്തെ ഒരു ബോർഡർ, ഒനിയൻ പിങ്ക് പോലത്തെ ഒരു ബോർഡറാണ് കേട്ടോ. കസവുണ്ട് ഇതിൽ. പിന്നെ ഞാനൊരു കാര്യം പറയാം, വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഓർഡർ ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് ആദ്യം ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഓർഡർ ചെയ്യുക. അതിനുശേഷം, കാരണം അല്ലെങ്കിൽ ഫുള്ള് കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ സാരി തീരും കേട്ടോ. അതുകൊണ്ടായി പറയുന്നത്. അതുകൊണ്ട് ആദ്യമൊക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഒന്ന് ഓർഡർ ചെയ്യുക. എന്നിട്ട് പിന്നെ ഫുള്ള് വീഡിയോ കാണണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുകയില്ല. അപ്പോൾ പിന്നെ ഈ കൈ കിട്ടിക്കഴിയുമ്പോൾ അയ്യോ എന്ന് തോന്നരുത്. നല്ലൊരു ഈ ബ്രിക്ക് റെഡ് കളർ, സാരി നമ്പർ 22 ആണ്. ബ്രിക്ക് റെഡ് കളർ കണ്ടോ. ടെമ്പിൾ ബോർഡർ ഒക്കെ വരുന്നുണ്ട്. നല്ല സൂപ്പർ സാരിയാണ്. പല്ലുതേ ഇങ്ങനെ വരും. അടുത്തത് സാരി നമ്പർ 23. നല്ലൊരു ഗ്രീൻ കളർ, ചെറുപയർ പച്ചയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താ സാരി നമ്പർ 23 നല്ലൊരു സാരി കേട്ടോ. ഈ ബംഗാൾ കോട്ടനൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള സാരിയാണ്. ക്ലാസ് ലുക്കാണ് ഇതിനൊക്കെ. കാരണം കോട്ടൺ ആണെങ്കിലും നമുക്ക് കോട്ടൺ സാരികൾക്ക് പ്രത്യേകിച്ചൊരു ലുക്കുണ്ട്. ബംഗാൾ കോട്ടന് നല്ലൊരു ലുക്കാണ്. ഉണ്ടോ ഇങ്ങനെ വരും. ഇതിൻ്റെ പല്ലു പത്തായിപ്പോഴോ. ഇങ്ങനെ വരും കേട്ടോ. പല്ലുമൊക്കെ സിമ്പിൾ പല്ലുവാണ്. ഒത്തിരി വലിയ ഇതൊന്നുമില്ല. ഉണ്ടോ ചെറിയ ഇങ്ങനത്തെ ഡിസൈനൊക്കെ വരുന്ന പല്ലു. നല്ല സാരിയാണ്. 499 ഉള്ളൂ പ്രൈസിന്. എടുത്ത് പറയുന്ന ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. കാരണം ഈ വിലയ്ക്ക് തന്നിട്ട് ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ചെക്ക് പാറ്റേൺ സാരിയാണ്. ഒരു പിങ്കും ക്രീമും കൂടെ എല്ലാം കൂടെ വരുന്നൊരു സാരി ഉണ്ടോ. സാരി നമ്പർ 24 ഇങ്ങനെ വരും. നല്ലൊരു ഇടയ്ക്കിടയ്ക്ക് നല്ല ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ സാരിക്ക്. പിങ്കും ക്രീമും കൂടെ വരുന്ന ഒരു ചെക്കിൻ്റെ പാറ്റേൺ. ഇതിൻ്റെ പല്ലുവിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഡിസൈൻ തന്നെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ ഒരു ചുളി കൊണ്ട് കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ വരുന്നതാണ് കേട്ടോ. അത് കൈ കിട്ടുമ്പോൾ ഇതെന്താ ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നു തോന്നരുത്. കാരണം നമുക്കിത് വീണ്ടും ഒന്ന് എടുത്ത് അയൺ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഇത്രയും സാരികളില്ലേ. അടുത്തത് സാരി നമ്പർ 25 ആണ്. ഇത് വരും ഒരു ലെമൺ യെല്ലോ കളറാണ് കേട്ടോ. ലെമൺ യെല്ലോ അല്ല, ഒരു നല്ല യെല്ലോ കളർ തന്നെയാണ്. ഡാർക്ക് യെല്ലോ കളറാണ്. ഇങ്ങനെ വരും ബോർഡർ. ഇങ്ങനെ വരും. സാരി നമ്പർ 25 ഇതാണ് കേട്ടോ പല്ലു. അടുത്ത സാരി നമ്പർ 26 നല്ല ക്രീം കളറിൽ നല്ല ടെമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ വരും. നല്ല സിമ്പിൾ സാരിയാണ്, പക്ഷെ നല്ല സാരി കേട്ടോ. നല്ല ലുക്കായി സാരിക്കൊക്കെ. പ്രത്യേകിച്ച് ടെമ്പിൾ ബോർഡർ ഒക്കെ വരുമ്പോൾ ആ സാരിക്ക് ഒരു ഭയങ്കര ലുക്കല്ലേ. ഇത് വരും. കണ്ടോ ഇതാണ് പല്ലു. സാരി നമ്പർ 26 499 തന്നെയാണ് ഇതിന്റെ പ്രൈസ്. പ്രൈസിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. അടുത്തത് സാരി നമ്പർ 27 ഇത് വരും. ഒരു സാരി കിട്ടിയില്ലെങ്കിൽ അടുത്ത സാരി ചോദിക്കും കേട്ടോ. കാരണം നല്ലൊരു കളറാണ് ഇത്. ഇതിന്റെ കളർ പറയാനായിട്ടൊരു ഓറഞ്ച് അല്ല, ഒരു പീച്ച് കളർ പോലത്തെ ഒരു കളറാണ്. ബോർഡർ ഇത് ഇങ്ങനെ റെഡ് കളർ പോലത്തെ ഒരു ബോർഡർ വരും. ചിലപ്പോൾ കളർ കുറച്ച് വ്യത്യാസം ഉണ്ടാകും കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ. ഇങ്ങനെ വരും. സാരി നമ്പർ 27 ഇതിന്റെ പല്ലുതേ ഇങ്ങനെ വരും. പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം പറയുക. സാരി അല്ലാതെ നമുക്ക് കളർ മാറിപ്പോയി അല്ലോ ഇതല്ലായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം മാക്സിമം പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാരി
പറയുന്നത്. ഇനി നിങ്ങളുടെ ഡൗട്ടും ചോദിക്കുക, ക്ലിയർ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ബംഗാൾ കോട്ടൺ സാരിയൊക്കെ ഈ വിലക്കെന്ന് പറഞ്ഞാൽ അത് സൂപ്പർ തന്നെയാണ്. സാരി നമ്പർ 28, നല്ലൊരു ഗ്രീൻ കളറാണ് സാരി. കണ്ടോ, ഗ്രീൻ കളറിൽ പോച്ചമ്പള്ളി ഡിസൈനിൽ ബോർഡർ വരും. നല്ല ഗ്രീൻ കളർ കണ്ടോ, ഇങ്ങനെ വരും. സാരി നമ്പർ 28. പല്ലുതേ ഇങ്ങനെ വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടേ മേടിക്കാവുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മേടിച്ചതെന്ന് പറയരുത്, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 29 ആണ്. ഇതൊരു ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ലെമൺ യെല്ലോ പോലത്തെ ഒരു ബോർഡറാണ് വരുന്നത്. ഒരു ഗ്രീനും ലെമൺ യെല്ലോ ഒക്കെ ചേർന്ന് വരുന്നൊരു ബോർഡറാണ് വരുന്നത് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് സാരി, ഒത്തിരി ഘനമുള്ള സാരി അല്ല കേട്ടോ. എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ സാരിക്ക് അതിൻ്റെതായ ഒരു നല്ല സാരികളാണല്ലോ. സാരി നമ്പർ 29. അടുത്തത് സാരി നമ്പർ 30. വരും. ഇതാണ് ഒരു നല്ലൊരു യെല്ലോ കളറിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളറാണ് ബോർഡർ വരുന്നത് കേട്ടോ. സാരി നമ്പർ 30. നിറയെ ഡിസൈൻസ് ഇങ്ങനെ. ഈ കാണുന്ന മുഴുവൻ ത്രെഡിന്റെ വീവിങ് ആണ്. ഗ്രീൻ കളറ് ഒക്കെ കാണുന്നത് ത്രെഡിന്റെ വീവിങ് ആണ് കേട്ടോ. അല്ലാതെ ഇത് പ്രിന്റ് അല്ല, നമ്മൾ നനച്ചാൽ പോണ പ്രിന്റോ ഒന്നുമല്ല. പല്ലു നല്ല സൂപ്പർ പല്ലുവാണ് കേട്ടോ. നല്ല നിറയെ ഡിസൈനൊക്കെ ഉള്ള നല്ല പല്ലു. പ്രൈസ് വരുന്നത് 499. അടുത്തത് സാരി നമ്പർ 31, നല്ലൊരു നേവി ബ്ലൂ കളർ ചെക്കാണ്, ഗോൾഡൻ ചെക്ക് വരുന്നു. ഇങ്ങനെ വരും. സൂപ്പർ സാരികളാണ് കേട്ടോ, എല്ലാം നല്ല കോട്ടൺ സാരികളാണ്. ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടേ മേടിക്കാവുള്ളൂ. ബംഗാൾ കോട്ടൺ സാരികളാണ്, 100% കോട്ടൺ ആണ്. ത്രെഡിന്റെ വീവിങ് ആണ്. കളറൊന്നും പോകാൻ സാധ്യതയില്ല ഇങ്ങനത്തെ സാരികൾക്ക്. സാരി നമ്പർ 31 കേട്ടോ. ഇത്രയാണ് നമ്മുടെ ബംഗാൾ കോട്ടൺ സാരികളുടെ കളക്ഷൻസ്. അപ്പോൾ നമുക്കിനി മിക്കവാറും എല്ലാ ദിവസവും ഇല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വീഡിയോ മാക്സിമം ഇടുന്നതായിരിക്കും. കാരണം ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ വന്നിട്ട് ഓണത്തിന് ശേഷം സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടവർ താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കിട്ടാത്തവർ വിഷമിക്കേണ്ട, വീണ്ടും നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.